ഹായ്. കുറച്ച് ദിവസമായിട്ട് വൈകിട്ടൊരു നടത്തം പതിവുണ്ട്. ന്യൂ ഇയർ റെസൊല്യൂഷനിലേക്ക് ഞാൻ കുറച്ച് മുമ്പേ നടന്നു തുടങ്ങിയാണ്, എന്നാലേ അവിടെ എത്തുള്ളൂ. കുറച്ച് കാലം മുമ്പ് ജിമ്മ് പോയ പോലൊരു കഥയാവോ ഈ നടത്തമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. ശരാശരി മലയാളി യുവാക്കളെ പോലുള്ള ഒരു ജിമ്മിലെ കഥ തന്നെയാണ് ഞങ്ങളേതും. സിക്സ് പാക്ക് ഉരുട്ടിക്കയറ്റാന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഞങ്ങൾ ജിമ്മിൽ പോകാൻ തുടങ്ങി. അണയാൻ പോകുന്ന തീ ആളി കത്തും പോലെ ഒരാഴ്ച ഞങ്ങൾ സ്ഥിരമായിട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ജിമ്മിൽ പോയി. ഞങ്ങൾ എന്ന് ജിമ്മിൽ പോകാൻ തുടങ്ങിയോ അന്ന് പുറത്ത് തണുപ്പ് കൂടി. അങ്ങനെ ഞങ്ങൾ പുതപ്പിനടിയിൽ കൂടി. ജിമ്മിൽ പോകുന്നതും PSC ക്ലാസ് പോകുന്നതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതാരെങ്കിലും കൂട്ടിപ്പോയാൽ ഈ ജന്മത്ത് മുഴുവനാക്കാൻ പറ്റില്ല. അതൊരു പ്രപഞ്ച സത്യമാണ്. ഏത് നേരവും വണ്ടിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കിറ്റ് അടിച്ചു എന്നുള്ള അമ്മേൻ്റെ വർത്താനാണ് ഇപ്പം ഈ ഇറങ്ങി നടക്കാനുള്ള കാരണം. നാട്ടുകാരൊക്കെ എൻ്റെ ഈ നടത്തം കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിൽ ഇതൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. കൗതുകം കൂടിയിട്ട് നാട്ടുകാരിൽ ചിലരൊക്കെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ മുന്നിൽ വന്ന് വണ്ടി നിർത്തും. എന്തിനാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കും. അതിനുശേഷം അങ്ങാടിക്കാണെങ്കിൽ വണ്ടി കയറിക്കോ, ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയും. തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്ന സാഹചര്യമാണെങ്കിൽ അപ്പം പറയും, എന്തിനാ ഇങ്ങനെ നടന്ന് തളരുന്നത്, വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയും. അങ്ങനെ എന്തൊക്കെയോ സ്വഭാവമാണ് ആൾക്കാർക്ക്. ഞാനൊന്ന് പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് ദൂരം നടക്കാനുണ്ട്, ഒരുപാട് കഥ പറയാനുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ പുതിയ കഥകളുമായിട്ട് വീണ്ടും വരാം. എഴുത്തിനൊപ്പം നമുക്ക് കുറച്ച് കഥകൾ നടന്നുകൊണ്ട് പറയാം.